ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവരും സുഖമായിട്ടോ സേഫായിട്ട് ഇരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. ഞാനിപ്പോൾ ഉള്ളത് മോൺട്രിയലിലാണ് കേട്ടോ, കാനഡയിൽ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കാനഡയിലേക്ക് സ്റ്റഡി പെർമിറ്റ്, വർക്ക് പെർമിറ്റ് ഒക്കെ കിട്ടി വരുമ്പോൾ എങ്ങനെയാണ് നമ്മുടെ ഫാമിലി മെമ്പേഴ്സിനും കൂടെ കൊണ്ടുവരാൻ പറ്റുക എന്നുള്ളത്. കുറേ സ്റ്റുഡൻസ് ചോദിച്ചിട്ടുണ്ട്, ഇവിടെ പഠിക്കാൻ വേണ്ടി വരുമ്പോൾ പപ്പേനെ അമ്മേനൊക്കെ കൊണ്ടുവരാൻ പറ്റുമോ, അതുപോലെ മക്കളുള്ളവരുണ്ട്, ഹസ്ബൻഡ്, വൈഫ്. അപ്പോൾ നമ്മൾ സ്റ്റഡി പെർമിറ്റ്, വർക്ക് പെർമിറ്റ് ഒക്കെ കിട്ടി വരുമ്പോൾ അവരെയും കൂടി എങ്ങനെയാണ് കാനഡയിലേക്ക് കൊണ്ടുവരാൻ പറ്റുകയെന്ന്. അപ്പോൾ അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. എങ്ങനെയാണ് ഈ വിസ അപ്ലൈ ചെയ്യുക, എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്, എപ്പോഴാണ് ഇത് ചെയ്യേണ്ടത്, ഇതുപോലുള്ള കാര്യങ്ങളും കൂടെ നമ്മളിന്ന് ഡിസ്കസ് ചെയ്യും. ഇനി നമുക്ക് കൂടുതൽ കാര്യങ്ങൾ വീട്ടിലെത്തിയിട്ട് സംസാരിക്കാം. അപ്പോൾ ഫസ്റ്റ് നമുക്ക് സ്പൗസ് വിസയെ കുറിച്ച് സംസാരിക്കാം. സ്റ്റുഡൻസ് ആയിട്ട് കാനഡയിലേക്ക് വരുമ്പോൾ സ്പൗസിന് 3 രീതിയിലുള്ള ഓപ്ഷൻസ് ആണ് കിട്ടുക. സ്റ്റഡി പെർമിറ്റിന് അപ്ലൈ ചെയ്യാം, വർക്ക് പെർമിറ്റിന് അപ്ലൈ ചെയ്യാം, വിസിറ്റർ വിസയ്ക്ക് അപ്ലൈ ചെയ്യാം. ഇതിൽ കൂടുതൽ ആൾക്കാരും ചൂസ് ചെയ്യുന്നത് വർക്ക് പെർമിറ്റിനുള്ള ഓപ്ഷനാണ്. അപ്പോൾ ഓപ്പൺ വർക്ക് പെർമിറ്റ് ആകുമ്പം ജോബ് സ്പെസിഫിക് ഒന്നും ആയിരിക്കില്ല. അപ്പോൾ ഇവിടെ വന്നിട്ട് നമുക്ക് ഇഷ്ടമുള്ള സ്ഥലത്ത് ഇഷ്ടമുള്ള ഫീൽഡിൽ ജോലി കണ്ടുപിടിച്ച് ചെയ്യാം. അപ്പോൾ ഏറ്റവും ബെസ്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത് ഈ വർക്ക് പെർമിറ്റിൽ തന്നെ വരുന്നതാണ്. അതാകുമ്പോൾ നമുക്ക് എത്ര നാളത്തേക്കാണോ സ്റ്റഡി ചെയ്യുന്ന ആൾക്ക് സ്റ്റഡി പെർമിറ്റ് കിട്ടിയത് അത്രയും നാൾക്ക് തന്നെ നമുക്ക് വർക്ക് പെർമിറ്റും കിട്ടും സ്പോസിന്. അപ്പോൾ അത്രയും നാൾ നമുക്ക് ഇവിടെ നിൽക്കുകയും ചെയ്യാം, വർക്ക് ചെയ്യാം. മാത്രമല്ല നമുക്കിവിടെ പഠിക്കാൻ വേണ്ടി വരുമ്പോൾ ഒരുപാട് എക്സ്പെൻസ് ഉണ്ട്, ട്യൂഷൻ ഫീ ഉണ്ട്, ലിവിങ് എക്സ്പെൻസ് ഉണ്ട്. അപ്പം ഒരാൾ പഠിച്ച് ഒരാൾ വർക്ക് ചെയ്യാൻ വേണ്ടി വരികയാണെങ്കിൽ അതായിരിക്കും ഏറ്റവും ബെസ്റ്റ്. അപ്പോൾ ഫിനാൻഷ്യലി നമുക്ക് കുറച്ചും കൂടി സ്റ്റേബിൾ ആവാനും പറ്റും. അപ്പോൾ ഓപ്പൺ വർക്ക് പെർമിറ്റ് തന്നെ 2 രീതിയിൽ ചെയ്യാം. സ്റ്റഡി പെർമിറ്റ് അപ്ലൈ ചെയ്യുന്നതിൻ്റെ കൂടുതൽ അപ്ലൈ ചെയ്യാം, ഇല്ലെങ്കിൽ സ്റ്റുഡൻറ്റ് ഇവിടെ എത്തിയതിന് ശേഷം വർക്ക് പെർമിറ്റ് അപ്ലൈ ചെയ്യാം. അപ്പോൾ സ്റ്റഡി പെർമിറ്റ് അപ്ലൈ ചെയ്യുന്നതിൻ്റെ കൂടുതലാണെങ്കിലും സെപ്പറേറ്റഡ് ആണെങ്കിലും വേണ്ട ഡോക്യുമെൻറ്റ്സിൻ്റെ ഒരു ലിസ്റ്റാണ് ഞാനിവിടെ കൊടുത്തിരിക്കുന്നത്. അപ്പം ബേസിക് ആയിട്ടുള്ള വർക്ക് പെർമിറ്റിൻ്റെ ആപ്ലിക്കേഷൻ ഫോം ഉണ്ട്, IMM 1295 എന്ന് പറഞ്ഞിട്ട്. അതുപോലെ ഈ ഒഫീഷ്യൽ വെബ്സൈറ്റ് അപ്ലൈ ചെയ്യാനുള്ള ഒഫീഷ്യൽ വെബ്സൈറ്റിൻ്റെ ലിങ്കും താഴെ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. പിന്നെ ആപ്ലിക്കേഷൻ ഫോം കൂടാതെ ഡിജിറ്റൽ ഫോട്ടോ, പാസ്പോർട്ടിൻ്റെ കോപ്പി, അതുപോലെ പ്രൂഫ് ഓഫ് റിലേഷൻഷിപ്പ്, മാരേജ് സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ കുട്ടിയുടെ ബർത്ത് സർട്ടിഫിക്കറ്റ്, അതൊക്കെയാണ് എല്ലാവരും കമ്പൈൻ ചെയ്ത് പ്രൂഫായിട്ട് വയ്ക്കാറ്. ഇനി വർക്ക് പെർമിറ്റ് അല്ല വിസിറ്റർ വിസയാണ് അപ്ലൈ ചെയ്യുന്നതെങ്കിലും ഈ ഡോക്യുമെൻറ്റ്സ് ഒക്കെ ആവശ്യമുണ്ട്. അത് കൂടാതെ ആപ്ലിക്കേഷൻ ഫോർ എ ടെമ്പററി റെസിഡൻറ്റ് വിസ IMM 5257 എന്ന് പറയുന്നൊരു ഡോക്യുമെൻറ്റും ഫില്ല് ചെയ്യാനുണ്ട്. ഇനി സ്പൗസിനും പഠിക്കണം എന്നുണ്ട്, സ്റ്റഡി പെർമിറ്റ് ആണ് വേണ്ടതെങ്കിൽ നിങ്ങൾക്ക് 2 പേർക്കും സ്റ്റഡി പെർമിറ്റിന് വേണ്ട എല്ലാ ഡോക്യുമെൻറ്റ്സും വേണം. അത് നമ്മൾ മുന്നേ പല വീഡിയോയിലായിട്ട് ഡിസ്കസ് ചെയ്തതാണ്. ആ വീഡിയോയുടെ ലിങ്ക് ഞാനിവിടെ കൊടുക്കാം. അപ്പോൾ ഇതുപോലെ തന്നെ സ്റ്റഡി പെർമിറ്റിന് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം ഫിനാൻഷ്യൽ സപ്പോർട്ട് കാണിക്കുക, ട്യൂഷൻ ഫീ പേ ചെയ്യുക, GIC, പിന്നെ നമ്മൾ ഈ പറഞ്ഞ എല്ലാ ഡോക്യുമെൻറ്റ്സും. ഇനി ഈ പറഞ്ഞതൊന്നും അല്ലാതെ വർക്ക് പെർമിറ്റ് അല്ലെങ്കിൽ വിസിറ്റർ വിസ കിട്ടാനുള്ള ഒരു ഉറപ്പിന് വേണ്ടിയിട്ട് കുറച്ച് അഡീഷണൽ ഡോക്യുമെൻറ്റ്സും കൂടെ വെക്കാൻ പറ്റും. ആ ഡോക്യുമെൻറ്റ്സാണ് ഞാനിവിടെ ലിസ്റ്റ് ചെയ്തിരിക്കുന്നത്. പർപ്പസ് ആൻഡ് ഡ്യൂറേഷൻ ഓഫ് ഹിസ് ഓർ ഹെർ വിസിറ്റ് ടു കാനഡ, എത്ര നാൾ ഇവിടെ ഉണ്ടാവും, എന്തുകൊണ്ടാണ് വരുന്നത് എന്നുള്ളത്, കറണ്ട് ആക്ടിവിറ്റി അല്ലെങ്കിൽ ഒക്കുപ്പേഷൻ. അപ്പോൾ വിസിറ്റിംഗ് വിസയ്ക്കൊക്കെ വരുന്നവരാണെങ്കിൽ ചിലപ്പം ഓൾറെഡി നാട്ടിൽ എന്തെങ്കിലും ജോബ് ചെയ്യുന്നവരായിരിക്കും. അപ്പോൾ അവിടെ നിന്നുള്ള പ്രൂഫ്, അതായത് നമ്മൾ തിരിച്ച് നമ്മുടെ നാട്ടിലേക്ക് തിരിച്ചു പോകുമെന്നുള്ളതിൻ്റെ ഒരു പ്രൂഫ്. അതുപോലെ ഡിഗ്രീസ് കംപ്ലീറ്റഡ് അല്ലെങ്കിൽ ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നവരാണെങ്കിൽ സ്റ്റഡീസ് ഇൻ പ്രോഗ്രസ്. പിന്നെ എന്താണ് നമ്മുടെ നാടുമായിട്ടുള്ള റിലേഷൻ എന്നുള്ളത്, നമുക്കവിടെ വീടുണ്ട്, ജോബുണ്ട്, അതുപോലുള്ള കാര്യങ്ങൾ. പിന്നെ മോട്ടിവേഷൻ ടു റിട്ടേൺ ആഫ്റ്റർ ദി ടെമ്പററി സ്റ്റേ ഇൻ കാനഡ. അത് വിസിറ്റർ വിസയ്ക്കും വർക്ക് പെർമിറ്റിനും മാത്രമല്ല, നമ്മൾ സ്റ്റുഡൻസ് സ്റ്റഡി പെർമിറ്റിന് അപ്ലൈ ചെയ്യുമ്പോൾ പോലും ഇവർക്ക് ഇങ്ങനെ ഒരു പ്രൂഫ് ആവശ്യമുണ്ട്. നമ്മളിവിടുത്തെ സ്റ്റഡീസ് കഴിഞ്ഞ് തിരിച്ച് നമ്മുടെ നാട്ടിലേക്ക് തിരിച്ചു പോകുന്നുള്ളത്. പലർക്കും വിസ റിജക്റ്റ് ആയി പോകുന്നത് ആ ഒരു റീസൺ കറക്റ്റായിട്ട് മെൻഷൻ ചെയ്യാത്തതുകൊണ്ടാണ്. അതായത് നമ്മൾ തിരിച്ചു പോകുന്നുള്ളൊരു മോട്ടിവേഷൻ അതിനകത്ത് ഉണ്ടായിരിക്കണം. തിരിച്ചു പോകാൻ നമുക്കൊരു ഉദ്ദേശവും ഇല്ല, ഇവിടെ PR എടുത്ത് നിൽക്കലാണ് കൂടുതൽ ആൾക്കാരുടെ ലക്ഷ്യം. പക്ഷേ എങ്കിൽ പോലും നമ്മൾ ആ സ്റ്റഡി പെർമിറ്റിൻ്റെ SOP എഴുതുന്ന സമയത്ത്
അങ്ങനെ എഴുതിയെങ്കിൽ മാത്രമേ വിസ കിട്ടത്തുള്ളൂ. പിന്നെ അത് കൂടാതെ ഇവിടെ ഉള്ളവർ, കാനഡയിലുള്ളവർ ഇൻവിറ്റേഷൻ ലെറ്റർ കൊടുക്കാറുണ്ട്. അതുപോലെ എവിടെയാണ് സ്റ്റേ ചെയ്യുന്നത്, എത്ര ഫിനാൻഷ്യൽ സപ്പോർട്ട് കൊടുക്കാൻ പറ്റും, എത്ര കാലത്തേക്കാണ് അവർ നമ്മളെ വിസിറ്റ് ചെയ്യാൻ വരുന്നത്, അതുപോലുള്ള കാര്യങ്ങളൊക്കെ എക്സ്ട്രാ ഡോക്യുമെൻറ്റ്സ് ആയിട്ട് വെക്കാറുണ്ട്. ഇനി ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡോക്യുമെൻറ്റ്, ഈ പറഞ്ഞ എല്ലാ ഡോക്യുമെൻറ്റിൽ വെച്ച് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡോക്യുമെൻറ്റ്, യു ആൻഡ് യുവർ സ്പൗസ് മസ്റ്റ് പ്രൂവ് ദാറ്റ് യു ഹാവ് ദ റിസോഴ്സസ് ടു സപ്പോർട്ട് യുവർ സെൽഫ് ഇൻ കാനഡ. നമുക്കും നമ്മുടെ സ്പൗസിനും ഇവിടെ നിൽക്കാൻ വേണ്ട ഫിനാൻഷ്യൽ സപ്പോർട്ട് നമ്മുടെ കയ്യിൽ ഉണ്ട് എന്നുള്ളത്. കാനഡയ്ക്ക് നമ്മളൊരു ഭാരമാകാൻ പാടില്ല എന്നുള്ളത്. അത് നമ്മുടെ ബാങ്ക് അക്കൗണ്ട് സ്റ്റേറ്റ്മെൻറ്റ് ആകാം, ഇങ്ങോട്ടേക്ക് പൈസ ട്രാൻസ്ഫർ ചെയ്തതിൻ്റെ പ്രൂഫാകാം, ഇവിടെ ഉള്ള ആളുടെ സാലറി, അതായത് വർക്ക് ചെയ്യുന്നവരാണ്, പാർട്ട് ടൈം ഒക്കെ ചെയ്യുന്നുണ്ട്, അതിൻ്റെ സ്ലിപ്പൊക്കെ വെക്കാറുണ്ട് പ്രൂഫായിട്ട്. അക്കൗണ്ടിലുള്ള പൈസയാണ് കൂടുതൽ പേര് കാണിക്കാറ്, ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റ്. ഇനി സ്പൗസിൻ്റെ അക്കൗണ്ടിലുള്ള പൈസ, അല്ലെങ്കിൽ എന്തെങ്കിലും സ്കോളർഷിപ്പ് അല്ലെങ്കിൽ എംപ്ലോയ്മെൻറ്റ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിൻ്റെ റെഫറൻസ് ലെറ്റർ, അതൊക്കെയാണ് ഇതിനു വേണ്ടിയിട്ട് യൂസ് ചെയ്യാറ്. ഇനി എങ്ങനെയാണ് ഇത് അപ്ലൈ ചെയ്യേണ്ടത് എന്നുള്ളത്. ഇപ്പോൾ സ്റ്റഡി പെർമിറ്റിന് അപ്ലൈ ചെയ്യുന്നവർക്ക് ഏകദേശം ഓൾറെഡി ഒരു ഐഡിയ ഉണ്ടാവും. IRCCയുടെ വെബ്സൈറ്റിൽ ചെന്ന് സെക്യൂർ ആയിട്ടുള്ള അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാം. ഇമിഗ്രേഷൻ, റെഫ്യൂജീസ് ആൻഡ് സിറ്റിസൺഷിപ്പ് കാനഡ IRCC അവരുടെ വെബ്സൈറ്റിൽ ചെന്ന് സെക്യൂർ ആയിട്ടുള്ള അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാം. അപ്പോൾ നമുക്ക് സ്റ്റഡി പെർമിറ്റിന് അല്ലെങ്കിൽ വർക്ക് പെർമിറ്റിന് അപ്ലൈ ചെയ്യുന്നതിന് മുന്നേ ഒരു ലിസ്റ്റ് ഓഫ് ക്വസ്റ്റ്യനെയർ ഉണ്ടാവും. നമ്മൾ എന്തിനാ ഇങ്ങോട്ട് വരുന്നത്, മുന്നേ ട്രാവൽ ചെയ്തിട്ടുണ്ടോ, അങ്ങനെ കുറേ ക്വസ്റ്റ്യൻസ്. അപ്പോൾ അതൊക്കെ ആൻസർ ചെയ്ത് വരുമ്പം നമ്മൾ ഇങ്ങോട്ട് വരാൻ എലിജിബിൾ ആണോ അല്ലയോ എന്നുള്ളത്, യെസ് ഓർ നോ എന്ന് പറഞ്ഞൊരു ആൻസർ നമുക്ക് കിട്ടും. അതിനുശേഷം നമ്മൾ പ്രൊസീഡ് ചെയ്ത് പോകുമ്പോൾ നെക്സ്റ്റ് പേജിൽ നമ്മൾ അപ്ലോഡ് ചെയ്യേണ്ട ഡോക്യുമെൻറ്റ്സിൻ്റെ ഒരു ലിസ്റ്റ് ഉണ്ടാവും. അതിൽ ഇപ്പം ഞാൻ ഈ പറഞ്ഞ ഡോക്യുമെൻറ്റ്സ് ഒക്കെ ആയിരിക്കും ചോദിച്ചിട്ടുണ്ടാവുക. അപ്പം അത് പ്രോപ്പറായിട്ട് അപ്ലോഡ് ചെയ്യാം. അതിനുശേഷം ബയോമെട്രിക്സ് കൊടുക്കേണ്ടി വരും. മിക്ക രാജ്യങ്ങളിലെയും ആൾക്കാർക്ക് ബയോമെട്രിക്സ് കൊടുക്കണം. അത് കഴിഞ്ഞ് ഓൺലൈനായിട്ട് ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്തതിന് ശേഷം IRCCന്ന് ഒരു ഇൻസ്ട്രക്ഷൻ ലെറ്റർ കിട്ടും വിത്ത് സെക്യൂർ അക്കൗണ്ട്, എങ്ങനെയാണ് ബയോമെട്രിക്സ് കളക്ഷൻ പോയിന്റിൽ കൊടുക്കേണ്ടതെന്നുള്ളത്. അത് കഴിഞ്ഞ് ബയോമെട്രിക്സ് കൊടുത്തു കഴിയുമ്പോഴത്തേക്ക് പ്രോസസ്സിങ് സ്റ്റാർട്ട് ചെയ്യും. അത് കൂടാതെ മെഡിക്കൽ എക്സാമും ഉണ്ട്. കാനഡയിൽ 6 മാസത്തിൽ കൂടുതൽ താമസിക്കാൻ പ്ലാനുള്ള എല്ലാവരും ഈ മെഡിക്കൽ എക്സാം ചെയ്തതിന് ശേഷമാണ് ഇങ്ങോട്ടേക്ക് വരിക. അപ്പോൾ സ്റ്റഡി പെർമിറ്റ് എടുത്ത് കാനഡയിലേക്ക് വരാൻ ഉദ്ദേശിക്കുന്നവരുടെ സ്പൗസിന് വേണ്ട ഡീറ്റെയിൽസ് ആണ് നമ്മളിപ്പം ഡിസ്കസ് ചെയ്തത്, ഡോക്യുമെൻറ്റ്സ്, കാര്യങ്ങളൊക്കെ. അപ്പോൾ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ബോക്സിൽ ഇട്ടാൽ എനിക്കറിയുന്ന കാര്യങ്ങളാണെങ്കിൽ പറഞ്ഞു തരാൻ ശ്രമിക്കാം. ഇനി നമുക്ക് കുഞ്ഞു മക്കളെ കാനഡയിലേക്ക് കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരുണ്ട്. 5 വയസ്സ് താഴെയുള്ളവരുണ്ട്. അവർ നമുക്ക് ഡേ കെയറിലോ അല്ലെങ്കിൽ വീട്ടിൽ തന്നെ അവർക്ക് ഇരിക്കാൻ പറ്റുള്ളൂ, അവർക്കുള്ള വിസയുണ്ട്. അതുപോലെ അതിന് മുകളിൽ പ്രായമുള്ളവരാണെങ്കിൽ ഫസ്റ്റ് സ്റ്റാൻഡേർഡ്, സെക്കൻഡ് സ്റ്റാൻഡേർഡ് തൊട്ട് കോളേജ് വരെ പഠിക്കുന്ന മക്കളെ കൊണ്ട് ഇങ്ങോട്ട് വരുന്നവരുണ്ട്. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് കൺഫ്യൂഷൻ ഉണ്ടാകും, അവിടെ വന്നാൽ നമുക്ക് ഏത് സ്റ്റാൻഡേർഡിലേക്ക് അവിടെ ചേർക്കാൻ പറ്റും, അവർക്ക് സ്റ്റഡി പെർമിറ്റിൻ്റെ ആവശ്യമുണ്ടോ എന്നൊക്കെ. ആ കാര്യങ്ങളാണ് ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. തീരെ ചെറിയ പിള്ളേരാണെങ്കിൽ, വീട്ടിൽ തന്നെ നിൽക്കുന്നവരാ അല്ലെങ്കിൽ ഡേ കെയറിലൊക്കെ കൊണ്ടാക്കുന്നവരാണെങ്കിൽ അവർക്ക് സ്റ്റഡി പെർമിറ്റിൻ്റെയും അതിനൊന്നും ആവശ്യമില്ല. ജസ്റ്റ് ഇലക്ട്രോണിക് ട്രാവൽ ഓത്തറൈസേഷനും പാസ്പോർട്ടും ഉണ്ടെങ്കിൽ തന്നെ മിനിമം റിക്വയർമെൻറ്റ്സ് ആയി. ഇനി അതിന് മുകളിലുള്ള സ്റ്റുഡൻസ് ആണെങ്കിൽ ടെമ്പററി റെസിഡൻറ്റ് ആപ്ലിക്കേഷൻ കൂടാതെ പാസ്പോർട്ടും കൂടാതെ അവർക്ക് സ്റ്റഡി പെർമിറ്റ് വേണം. ഇനി ക്യൂബക്ക് പ്രൊവിൻസിലേക്കാണെങ്കിൽ അവർക്ക് CAQ വേണം, ക്യൂബക്ക് അക്സെപ്റ്റൻസ് സർട്ടിഫിക്കറ്റ്. പിന്നെ വേറൊരു കാര്യം, ഈ വർക്ക് പെർമിറ്റിലൊക്കെ കാനഡയിലേക്ക് വന്ന് കുഞ്ഞു പിള്ളേരെ കൊണ്ട് വന്ന് അവർ കിൻഡർഗാർട്ടനിൽ വിടുന്ന പാരൻസിൻ്റെ അവസ്ഥയായിരിക്കില്ല സ്റ്റഡി പെർമിറ്റിന് വന്ന് കുട്ടികളെയും കൊണ്ട് വരുന്ന പാരൻസിൻ്റെ അവസ്ഥ. സംഭവം എന്ന് വെച്ചാൽ നമ്മളിങ്ങോട്ട് വന്ന് കിൻഡർഗാർട്ടനിൽ വരെ ഇവരൊന്ന് കൊണ്ടുചെന്ന് ആക്കണമെങ്കിൽ 3-4 മാസമൊക്കെ വെയിറ്റിംഗ് ലിസ്റ്റിൽ കിടന്ന് കൊണ്ടുവരേണ്ട അവസ്ഥയുണ്ട് ക്യൂബക്കിലൊക്കെ. സബ്സിഡൈസ്ഡ് ഡേ കെയറും ഉണ്ട്, അൺസബ്സിഡൈസ്ഡ് ഡേ കെയറും ഉണ്ട്. സബ്സിഡൈസ്ഡ് ഡേ കെയർ ആണെങ്കിൽ $8 തൊട്ട് $20-25 വരെയൊക്കെ മാക്സിമം ഒരു ദിവസത്തേക്കുള്ള ഫീ. ഈ അൺസബ്സിഡൈസ് ആണെങ്കിൽ 35 സ്റ്റാർട്ട് ചെയ്യുന്ന ഡേ കെയർ വരെയുണ്ട്. നമ്മൾ ഏത് ലൊക്കേഷനിലാണ്, ഏത് യൂണിവേഴ്സിറ്റിയിലാണ് പഠിക്കുന്നതെന്നൊക്കെ ഉള്ളതിന് ഡിപ്പെൻഡ് ചെയ്തിരിക്കും. പിന്നെ നമ്മൾ പഠിക്കുന്ന ചില യൂണിവേഴ്സിറ്റിയിൽ അവർ കൊടുക്കുന്ന ഡേ കെയറുകളുണ്ട്. അപ്പോൾ നമുക്ക് രാവിലെ യൂണിവേഴ്സിറ്റി വരുമ്പോൾ കുട്ടികൾ അവിടെ കൊണ്ടുവന്നാക്കാം, വൈകുന്നേരം അവിടെ നിന്ന് പിക്ക് ചെയ്യാം. അപ്പം സബ്സിഡൈസ്ഡ് ഡേ കെയറുകളുണ്ട് കുറേ സ്ഥലത്ത്.
അപ്പോൾ കുട്ടികളെയും കൊണ്ട് വരുന്നവരെ യൂണിവേഴ്സിറ്റി ലൊക്കേഷനൊക്കെ ചൂസ് ചെയ്യുമ്പം അതുകൂടെ നോക്കി സെലക്ട് ചെയ്യാം. പിന്നെ കുറച്ച് എക്സെപ്ഷൻ കേസുകളുണ്ട്. ഇപ്പം ക്യൂബക് ഗവൺമെൻറ്റിൻ്റെ PB2P എന്ന് പറയുന്ന സ്കോളർഷിപ്പ്, ഇൻ്റർനാഷണൽ സ്റ്റുഡൻസ് സ്കോളർഷിപ്പ് ഒക്കെ കിട്ടുന്നവർക്ക് ആ സ്കോളർഷിപ്പിൽ കൂടെ അവർക്ക് കുറച്ച് ഓഫർ കിട്ടുന്നുണ്ട്. അവരുടെ മക്കൾ ഇങ്ങോട്ട് വരുവാണെങ്കിൽ ഡേ കെയറിൽ ചേർക്കാൻ വേണ്ടിയിട്ട് ഗവൺമെൻറ് സബ്സിഡൈസ്ഡ് പ്ലാൻസ് കൊടുക്കുന്നുണ്ട്. ഇനി പാരൻസിനെ കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നവരുണ്ടാവും. അപ്പോൾ 6 monthsന് താഴേക്ക് അവർക്ക് നിന്ന് ജസ്റ്റ് വന്ന് പോകാനാണെങ്കിൽ ബെസ്റ്റ് ഓപ്ഷൻ വിസിറ്റിംഗ് വിസ എടുക്കുന്നത് തന്നെയാണ്. പിന്നെ പാരൻസ് വരുന്നവർ കൂടുതലും വർക്ക് പെർമിറ്റ് ചൂസ് ചെയ്യാറില്ല. ഒരുപക്ഷെ ഒരു നിശ്ചിത പ്രായപരിധി കഴിഞ്ഞവരായിരിക്കും. അവർ ജസ്റ്റ് നിങ്ങളുടെ കൂടെ നിന്ന് നിങ്ങളൊന്ന് സപ്പോർട്ട് ചെയ്യാൻ വരുന്നതായിരിക്കും. അപ്പോൾ അങ്ങനത്തെ കേസിൽ ഏറ്റവും നല്ലത് വിസിറ്റർ വിസ അപ്ലൈ ചെയ്യാൻ തന്നെയാണ്. പിന്നെ കുറച്ച് പേരുടെ ഡൗട്ട്സ് ആണ് സ്പൗസിനും IELTS വേണോ എന്നുള്ളത്. സ്പൗസിന് IELTS വേണ്ട. അതായത് സ്റ്റഡി പെർമിറ്റിന് വരുന്ന ആൾക്ക് IELTS വേണം, അതിൻ്റെ പ്രൂഫും ചെയ്യണം. പക്ഷെ അതിൻ്റെ കൂടെ ഓപ്പൺ വർക്ക് പെർമിറ്റിന് അപ്ലൈ ചെയ്യുമ്പോൾ അവർക്ക് IELTSൻ്റെ ആവശ്യമില്ല. ഈ പറഞ്ഞ വിസകളൊക്കെ വിസിറ്റിംഗ് വിസ, സ്പൗസ് വിസ, പാരൻസിനുള്ളതൊക്കെ അപ്ലൈ ചെയ്യാൻ ഏറ്റവും ബെസ്റ്റ് ഓപ്ഷൻ നിങ്ങൾ എപ്പോഴാണോ സ്റ്റഡി പെർമിറ്റിനൊക്കെ അപ്ലൈ ചെയ്യുന്നത് ആ സമയത്ത് തന്നെ ഇതും കൂടെ ചേർത്ത് അപ്ലൈ ചെയ്യുന്നതാണ് ഏറ്റവും ബെസ്റ്റ് ഓപ്ഷൻ. അപ്പോൾ വേണമെങ്കിൽ നിങ്ങളുടെ കൂട്ടത്തിൽ തന്നെ പോരാ. പ്രോപ്പറായിട്ടുള്ള ഡോക്യുമെൻറ്റ്സും ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം ഫൈനാൻഷ്യൽ സപ്പോർട്ടും അതൊക്കെ വേണ്ട രീതിയിൽ പ്രൂഫൊക്കെ കാണിച്ചു വെച്ചാൽ ഉറപ്പായിട്ടും എല്ലാവർക്കും ഈസി ആയിട്ട് ഇതൊക്കെ കിട്ടും. അപ്പോൾ എല്ലാവർക്കും ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഇനിയൊരു വീഡിയോയിൽ പുതിയൊരു ടോപ്പിക്കുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ.